നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ കാലമായി കെ.ബി. ഗണേഷ് കുമാർ ജനങ്ങളുടെ കയ്യടി നേടുന്നു. ആ കയ്യടി നേടുന്നതാവട്ടെ പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരെ പച്ചയ്ക്ക് കത്തിച്ചുകൊണ്ട്. കഴുത്തിൽ 8-10 മൈക്കുകൾ കെട്ടിത്തൂക്കി ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രകടനമുണ്ട്. പലപ്പോഴും ഇരകൾ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ. ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ പലപ്പോഴും അക്കാര്യത്തോട് നീതി പുലർത്താറില്ല. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിൻ്റെ ഇത്തരം പ്രകടനങ്ങളോട് ജനങ്ങൾക്ക് വലിയ താല്പര്യവുമുണ്ട്. പലപ്പോഴും അതിരുകടക്കുന്നു എന്ന് മാത്രമല്ല, കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെയാണ് ഗണേഷ് കുമാറിൻ്റെ പ്രകടനങ്ങൾ. സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി നേടുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഗണേഷ് കുമാറിൻ്റെ പല കാച്ചലുകളും. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കൊത്തി കമ്മീഷണറുടെ മുറത്തിൽ കയറി കൊത്തിയപ്പോൾ അങ്ങ് തിരിച്ചു കൊടുത്തു. അതും പേഷായി. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ചേംബറിലെത്തി മന്ത്രിയുടെ മേശയിൽ ആഞ്ഞടിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഗതാഗത കമ്മീഷണർ. ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ആദ്യം ബിജു പ്രഭാകർ പുറത്തുപോയത്. ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിലായിരുന്നു ബിജു പ്രഭാകറുമായി ഗണേഷ് കുമാർ ഉടക്കിയത്. ആദ്യം ആന്റണി രാജുവിൻ്റെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞ ഗണേഷ് കുമാർ പിന്നീട് ഇലക്ട്രിക് ബസ്സിൽ പെട്ടു. ജനങ്ങൾക്ക് വേണ്ടി തലങ്ങും വിലങ്ങുമോടുന്ന ഇലക്ട്രിക് ബസ്സുകളെ കട്ടപ്പുറത്ത് കയറ്റണം എന്ന വാദമാണ് ഗണേഷ് കുമാർ ഉയർത്തിയത്. ഗണേഷ് കുമാറിൻ്റെ അഭ്യാസം ആഭാസമായപ്പോൾ പഴയ ഗതാഗത മന്ത്രി ആന്റണി രാജു ചില കണക്കുകൾ പുറത്തുവിട്ടു. ഇലക്ട്രിക് ബസ് കൊണ്ട് ജനങ്ങൾക്ക് എന്തൊക്കെ പ്രയോജനം എന്നും ആന്റണി രാജു വിശദീകരിച്ചു. പിന്നീട് CPM കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഗണേഷ് കുമാറിന് മിണ്ടാട്ടം മുട്ടി. ബിജു പ്രഭാകർ പുറത്തുപോയതോടെ ഗതാഗത കമ്മീഷണറായ S. ശ്രീജിത്തുമായി അഭിപ്രായ വ്യത്യാസത്തിലായി തുടർച്ചയായി ഗണേഷ് കുമാർ. കാരണം ഉദ്യോഗസ്ഥരെ ശകാരിക്കലാണ് ഗണേഷ് കുമാറിൻ്റെ ഏറ്റവും മുഖ്യ വിനോദം. ആദ്യം ബിജു പ്രഭാകർ, പിന്നീട് S. ശ്രീജിത്ത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിലിട്ട് S. ശ്രീജിത്തിനെ പരസ്യമായി ഗണേഷ് കുമാർ അങ്ങ് നിർത്തിപ്പൊരിച്ചു. എന്നാൽ ഒരു പരസ്യ പ്രതികരണത്തിനൊന്നും S. ശ്രീജിത്ത് അപ്പോൾ ശ്രമിച്ചില്ല. ഉദ്യോഗസ്ഥരും ഗതാഗത കമ്മീഷണറുമൊക്കെ തന്നെ വഞ്ചിച്ചുവെന്നാണ് മൈക്കിലൂടെ പരസ്യമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വിളിച്ചു പറഞ്ഞത്. മന്ത്രിയുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ അപ്പോൾ ഗതാഗത കമ്മീഷണർ ചില ശ്രമങ്ങൾ നടത്തി. എന്നാൽ അനുമതി നൽകിയില്ല. പിന്നീട് തൻ്റെ ഭാഗം വിശദീകരിക്കാനായി ഗതാഗത കമ്മീഷണർ S. ശ്രീജിത്ത് നേരെ ഗണേഷ് കുമാറിൻ്റെ ചേംബറിലെത്തി. എന്നാൽ ചേംബറിലെത്തിയപ്പോഴും അവിടെ വലിയ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ മന്ത്രി ശ്രീജിത്തിനെ പരിഹസിച്ചു എന്ന് മാത്രമല്ല, അങ്ങ് തട്ടിക്കയറുകയും ചെയ്തു. തികച്ചും അപ്രതീക്ഷിതമായി S. ശ്രീജിത്ത് പ്രതികരിക്കാൻ തുടങ്ങി. മന്ത്രിയുമായി വാക്കുതർക്കം. ഏകദേശം 5 മിനിറ്റോളം മന്ത്രിയും ശ്രീജിത്തും തമ്മിൽ കട്ട വാക്കുതർക്കം. കണ്ടുനിന്ന ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫുമൊക്കെ പരിഭ്രമിച്ചു. തുടക്കം മുതൽ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പല ഇടപെടലുകളും സമചിത്തതയോടെ നേരിട്ട ശ്രീജിത്തിന് നിയന്ത്രണം വിട്ടു. കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇക്കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ സംസാരിച്ചത് തനിക്ക് മനോവേദനയുണ്ടാക്കി എന്ന് ശ്രീജിത്ത് പറഞ്ഞപ്പോൾ അതിനോടും നിഷേധ മനോഭാവമാണ് ഗണേഷ് കുമാർ പുലർത്തിയത്. ഒടുവിൽ മന്ത്രി ഗണേഷിൻ്റെ മേശയിൽ ശക്തമായി ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി S. ശ്രീജിത്തിന്. ഇതോടെ ഗണേഷ് കുമാർ ഒന്ന് പരുങ്ങി. താൻ ഉദ്ദേശിച്ച ഉദ്യോഗസ്ഥനല്ല മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗണേഷിൻ്റെ നില തീർത്തും പരുങ്ങലിൽ. പിന്നീട് ഗണേഷ് കുമാറിൻ്റെ സ്റ്റാഫും പോലീസും മറ്റുള്ളവരും ചേർന്ന് ഒരു വിധത്തിൽ S. ശ്രീജിത്തിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു. കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഡ്രൈവിംഗ് സ്കൂളുകൾ സംസ്ഥാനത്ത് തുടങ്ങണം. 2023 തുടങ്ങുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയ ഉറപ്പ്. എന്നാൽ കേരളത്തിൽ 6131 ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. ഇവർക്കൊക്കെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാനുള്ള സാമ്പത്തിക ഭദ്രതയില്ല. കേന്ദ്ര നിർദ്ദേശപ്രകാരം ഓട്ടോമാറ്റിക് സ്കൂളുകൾ പെട്ടെന്ന് ആരംഭിച്ചാൽ അത് 6131 ഡ്രൈവിംഗ് സ്കൂളുകളുടെ നില പരുങ്ങലിലാക്കും എന്ന് സർക്കാർ ഭയപ്പെട്ടു. തുടർന്ന് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനായി ഫയൽ മുഖ്യമന്ത്രിക്ക് അയച്ചു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തില്ല. മുഖ്യമന്ത്രി തീരുമാനമെടുക്കാത്തതുകൊണ്ട് സർക്കാർ തീരുമാനമായില്ല. സർക്കാർ തീരുമാനമാകാത്തതുകൊണ്ടാണ് ഇതുവരെ ഗതാഗത കമ്മീഷണർ ഇതു സംബന്ധിച്ച ഉത്തരവിറക്കാതിരുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ S. ശ്രീജിത്തിന് അപ്പോൾ കഴിഞ്ഞില്ല. പകരം തുടർച്ചയായി മന്ത്രി തട്ടിക്കയറിക്കൊണ്ടിരുന്നു.
ഇക്കാര്യങ്ങൾ നേരിട്ട് കണ്ട് വിശദീകരിക്കാനുള്ള ശ്രമമാണ് എസ് ശ്രീജിത്ത് നടത്തിയത് എന്ന് അദ്ദേഹത്തിനോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നു. ഏറെ ക്ഷുഭിതനായി ഉദ്യോഗസ്ഥർക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ അവർ പരിഭ്രമിച്ചു പിന്മാറും എന്ന് ഗണേഷ് കുമാറിനറിയാം. അതേ തന്ത്രം തന്നെയാണ് എസ് ശ്രീജിത്തിനെതിരെയും ഗണേഷ് കുമാർ പുറത്തെടുത്തത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് പരസ്യമായി ക്ഷമ പറഞ്ഞിരുന്നു ഗതാഗത മന്ത്രി. ഉദ്യോഗസ്ഥരും ഗതാഗത കമ്മീഷണറും ഒക്കെ ചേർന്ന് തന്നെ വഞ്ചിച്ചു എന്ന് തട്ടിവിടുകയായിരുന്നു യോഗത്തിൽ ഗണേഷ് കുമാർ. കാര്യങ്ങളുടെ നിജസ്ഥിതി പഠിക്കാതെ, ഫയലുകൾ മനസ്സിലാക്കാതെ വെറുതെ വീൺവാക്കുകൾ പറഞ്ഞ ഗണേഷ് കുമാറിന് ഒടുവിൽ പണി കിട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മന്ത്രിയുടെ ചേംബറിലെത്തി തൻ്റെ കാര്യം കൃത്യമായി വിശദീകരിക്കാൻ ശ്രമിച്ച എസ് ശ്രീജിത്തിന് എന്തുകൊണ്ടൊരു പേഷ്യൻ്റ് ഹിയറിംഗ് മന്ത്രി അനുവദിച്ചില്ല? ഈ ചോദ്യമാണ് ഇപ്പോൾ IAS IPS ഉദ്യോഗസ്ഥർ ഉയർത്തുന്നത്. തങ്ങളെ ഒരു പരിധി വിട്ട് അപമാനിച്ചാൽ പ്രതികരിക്കും എന്ന നിലപാടെടുക്കുന്ന IPSകാരും IASകാരുമൊക്കെ ഇപ്പോൾ സർക്കാരിന് പുതിയ തലവേദന സൃഷ്ടിക്കുന്നു. എസ് ശ്രീജിത്ത് CPMനും സർക്കാരിനുമൊക്കെ പ്രിയപ്പെട്ടവനാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മന്ത്രി കസേരയിൽ ഇരുന്നതിനു ശേഷം ഗണേഷ് കുമാർ കാട്ടുന്ന വിക്രിയകൾ സർക്കാരിനുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചില്ലറയല്ല. മന്ത്രിയാകുന്നതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ തുടർച്ചയായി പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി നേടിയിരുന്ന ഗണേഷ് കുമാർ മന്ത്രി കസേരയിലെത്തിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ കയ്യടികൾക്കായി ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിക്കയറുന്ന കാഴ്ചകൾ. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ നേർക്ക് ഒരു ഉദ്യോഗസ്ഥൻ തട്ടിക്കയറുന്നു, അത് മേശയിൽ ആഞ്ഞടിക്കുന്നു. മലയാള മനോരമയാണ് വിശദമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ വാർത്ത വൈറലായി. ഗണേഷ് കുമാറിന് നേരെ മേശയിലടിച്ച എസ് ശ്രീജിത്തിനെ കുറിച്ചാണ് ഇപ്പോൾ IAS IPS തലങ്ങളിൽ വലിയ ചർച്ച. പുതിയ ഉടക്കിൻ്റെ പേരിൽ ഗണേഷ് കുമാർ എസ് ശ്രീജിത്തിനെ ഒഴിവാക്കാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനിടയുണ്ട്. എന്നാൽ ഗണേഷ് കുമാറിന് കീഴിൽ ഇനി ആര് ജോലിക്ക് വരും എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഒട്ടുമിക്ക IAS IPS ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഗണേഷിനോട് അമർഷത്തിലാണ്. ബിജു പ്രഭാകറിന് IAS IPS തലങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. ബിജു പ്രഭാകറുമായുള്ള KB ഗണേഷ് കുമാറിൻ്റെ ഉടക്ക് IAS IPS തലങ്ങളിൽ വലിയ ചർച്ചകൾക്കിടവരുത്തിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപിക്കണം എന്ന കേന്ദ്ര നിർദ്ദേശമാണ് നമുക്ക് മുന്നിലുള്ളത്. സ്വകാര്യ വ്യക്തിക്കോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സ്കൂളുകൾ സ്ഥാപിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം. കേന്ദ്ര സർക്കാർ നയമാണെങ്കിലും നമ്മൾ സമയം നീട്ടിച്ചോദിച്ചതാണ് എന്ന ഗതാഗത കമ്മീഷണറുടെ വാക്കുകൾക്ക് നേരെയാണ് ഗണേഷ് കുമാർ തട്ടിക്കയറിയത്. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അവധാനതയോടെ മന്ത്രി പഠിക്കേണ്ടിയിരുന്നു. ആനയെ മെരുക്കാനറിയാവുന്ന ഗണേഷ് കുമാറിന് ഉദ്യോഗസ്ഥന്മാരെ മെരുക്കാനറിയില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുതന്നെയാണ് ഇന്നലെ നമ്മൾ നിയമസഭയിൽ കേട്ടതും. വനം വകുപ്പ് മന്ത്രിക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ എൽദോസ് കുന്നപ്പള്ളി ഇന്നലെ ഉയർത്തി. ആനയെ മെരുക്കാനറിയാവുന്ന മന്ത്രി KB ഗണേഷ് കുമാറിനെ വനം വകുപ്പ് ഏൽപ്പിക്കണമെന്നായിരുന്നു ഇന്നലെ എൽദോസ് കുന്നപ്പള്ളി നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. മുൻപ് വീരപ്പൻ്റെ കാലഘട്ടത്തിൽ വനത്തിലുള്ള ആനകളെയൊക്കെ വീരപ്പൻ മെരുക്കി നിർത്തിയിരുന്നു. വീരപ്പൻ മരിച്ചതിന് ശേഷം ആനകളൊക്കെ കാടിറങ്ങുന്നുവെന്നാണ് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞത്. ആനകളെ മെരുക്കാൻ കഴിവുള്ള ഒരേ ഒരാളെ ഇപ്പോൾ കേരളത്തിലുള്ളൂ, അത് ഗണേഷ് കുമാറാണ്. എന്നാൽ ഗണേഷ് കുമാറിന് ഭരണത്തിൽ കയറിയതിന് ശേഷം പലപ്പോഴും സംഭവിക്കുന്നത് താളപ്പിഴകൾ. ഉദ്യോഗസ്ഥരെ മെരുക്കാനല്ല ശ്രമിക്കേണ്ടത്, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൃത്യമായ ഭരണമാണ് ഓരോ മന്ത്രിമാരും നടത്തേണ്ടത്. അവിടെയാണ് പലപ്പോഴും ഗണേഷ് കുമാറിന് പിഴച്ചത്. എന്തായാലും ഇന്നലെ എസ് ശ്രീജിത്ത് ആ മേശയിലടിച്ച് ഇറങ്ങിപ്പോയ അവസ്ഥ. ഇനി മന്ത്രി എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.